ആ രുക്മിണി കല്യാണം ആര് ശ്രവിക്കുന്നുവോ, ആര് ആ ഒരു രംഗത്തിൽ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ജീവിതത്തിലേക്കും ഭഗവാൻ മംഗളത്തെ, കല്യാണത്തെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ്വാരകാവാസികൾക്ക് മാത്രമല്ല ഇന്നും ശ്രീമദ് ഭാഗവത രംഗത്തില് രുക്മിണീ സ്വയംവരം ഒരു കല്യാണ ഘോഷം തന്നെയാണ്. എന്തൊരു ബഹള! സാധാരണ കല്യാണത്തിന് ഇത്ര ബഹളം ഉണ്ടാവാറില്ല. അപ്പൊ ഭഗവാന്റെ കല്യാണം 5200 വർഷങ്ങൾ കഴിഞ്ഞ് ഇത്രയും കലിയുടെ കൽമഷം കുടികുത്തി വാഴുന്ന സമയത്തും ഇത്ര ആഘോഷമായിട്ട്, ഇത്ര ആനന്ദമായിട്ട് ഈ ലോകം കേൾക്കണുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു രംഗം മതി ഭാഗവതം ഒരു പഴങ്കഥയല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്ന് ആ രുക്മിണീ കൃഷ്ണ കല്യാണ മഹോത്സവത്തിന് ആ കഥ പറയുമ്പോ, അത് കേൾക്കുമ്പോ നമുക്ക് ഇത്ര ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, 5000 വർഷം മുമ്പ് ദ്വാരകയിൽ വെച്ച് നടന്ന ആ രുക്മിണീ കല്യാണത്തിന്റെ ആഘോഷം എത്രയായിരിക്കും, ആനന്ദം എത്രയായിരിക്കും. അത്തരത്തിൽ ഭഗവാൻ രുക്മിണിയെ വിവാഹം ചെയ്തു, സ്വീകരിച്ചു. ഇന്നും ആ രുക്മിണിയെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ കല്യാണം, ശരിക്കും ഈ കല്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? കല്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം, കല്യാണം കഴിഞ്ഞവരെങ്കിലും പറയൂ, കല്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അതൊന്നും അറിയില്ല. ഏതായാലും കല്യാണം കഴിച്ചു. എന്നാ കല്യാണം എന്നുള്ള വാക്കിനൊറ്റ അർത്ഥമേ ഉള്ളൂ, മംഗളം എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ കല്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം മംഗളം എന്നാണെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടാൽ ചോദിക്കുക എന്താ? കല്യാണം കഴിഞ്ഞുവോ? കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ ജീവിതത്തിലെ മംഗളം, നല്ല കാലം കഴിഞ്ഞുവോ? അപ്പൊ നമ്മൾ പറയും, എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ നല്ല കാലം കഴിഞ്ഞു. അപ്പോ ശരിക്കും മംഗളം എന്നാണ് കല്യാണം എന്ന പദത്തിന്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിയാൻ പാടുണ്ടോ? കല്യാണം കഴിയാൻ പാടുണ്ടോ? കഴിയാൻ പാടില്ല. അപ്പൊ ശരിക്കും എന്തിനാ രുക്മിണീ സ്വയംവരം എന്നറിയോ? കല്യാണം കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ രുക്മിണീ സ്വയംവരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ കല്യാണം കഴിയുകയേയില്ല. അസലായി. ഇത്ര കാലം ഞങ്ങൾ കേട്ടത് സ്വയംവരത്തിന് പോയാൽ കല്യാണം കഴിയും, അല്ലേ? കല്യാണം കഴിയും എന്ന് വിചാരിച്ചിട്ടാ വന്നത്. എന്നിട്ടിപ്പോ കല്യാണം കഴിയേയില്ല എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. കല്യാണം അഥവാ മംഗളം കഴിയുകയില്ല എന്നാ പറഞ്ഞത്. പിന്നെയോ നിലനിൽക്കും, അല്ലേ? കഴിയുന്ന കല്യാണമല്ല, നിത്യമായ കല്യാണം, നിത്യമായ മംഗളം നമുക്ക് കിട്ടും. കൃഷ്ണനെ ആശ്രയിച്ചാൽ, ഭാഗവതത്തെ ആശ്രയിച്ചാൽ. ആരെ പോലെ? രുക്മിണിയെ പോലെ. നോക്കൂ, 5000 വർഷം മുമ്പ് എപ്പോഴാണോ രുക്മിണി കൃഷ്ണനെ ആശ്രയിച്ച് ആഗ്രഹിച്ച് നേടിയത്, അന്ന് തുടങ്ങിയതാ കൃഷ്ണൻ രുക്മിണിക്ക് കല്യാണം കൊടുക്കാൻ. രുക്മിണിയുടെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നിലനിന്ന് കൊണ്ടിരിക്കണു കല്യാണം രുക്മിണിക്ക്. ഇന്നലെ ഏതോ ഒരു ഭാഗവത മണ്ഡപത്തിൽ വെച്ച് ഭഗവാൻ രുക്മിണിക്ക് കല്യാണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ചൊറ്റാനിക്കര അമ്മയുടെ മടിത്തട്ടിൽ വെച്ച് ഭഗവാൻ രുക്മിണിക്ക് കല്യാണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നാളെ രുക്മിണിയെ കല്യാണം കൊടുത്ത് അനുഗ്രഹിക്കാൻ ഏതോ ഒരു ഭാഗവത വേദിയിൽ ഇന്നൊരു കൃഷ്ണൻ അവതരിച്ചിട്ടുണ്ടാവും.
ഇപ്പൊ എവിടെയോ വായിക്കണുണ്ട്, എവിടെയോ പാരായണം ചെയ്യുന്നുണ്ട്. എന്ത്? അഥ സർവഗുണോപേത കാല പരമശോഭന. ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി സുദിനത്തിൽ അർദ്ധരാത്രിയിലെ ദേവകീ വസുദേവന്മാരുടെ മുൻപിലേക്ക് അത്ഭുത ബാലകനായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നൊരു കൃഷ്ണാവതാരം ഇന്ന് ഏതോ ഒരു ഭാഗവത വേദിയിൽ സജ്ജനങ്ങൾ ആഘോഷിക്കുമ്പോൾ ആ കൃഷ്ണൻ നാളെ രുക്മിണിക്ക് വിവാഹം, കല്യാണം കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ രുക്മിണിയുടെ ജീവിതത്തില് നിത്യമംഗളം, നിത്യ കല്യാണം. ഭാഗവതം നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു. ഭഗവാനെ ആശ്രയിക്കൂ. നിത്യസത്യസ്വരൂപനായ ഈ കൃഷ്ണനിലല്ലാതെ, ഭഗവാനിലല്ലാതെ നിത്യമായ രസം, നിത്യമായ ആനന്ദം അതുണ്ടാവില്ല എന്നുറപ്പ്. കാരണം നിത്യസത്യമായ വസ്തു ഭഗവാൻ മാത്രമാണ്. ഇത് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഗുരുനാഥ, നമ്മളെ പോലെ ഭഗവാന്റെ കഥകളെ കേട്ട ഒരു ജീവനാണ് രുക്മിണി. ഭഗവാന്റെ കഥ കേട്ടാ ഗുണമുണ്ടോ? ഭഗവാന്റെ കഥകൾക്ക് ശക്തിയുണ്ടോ? രുക്മിണി തന്നെ പറയുന്നു, ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര. എങ്ങനെയാ രുക്മിണിക്ക് ഭഗവാനോട് ഈ ഒരു പ്രണയം ഉദിച്ചത്? ഇത്രയും വലിയ തടസ്സങ്ങളുടെ ഇടയിൽ നിന്ന് ഭഗവാൻ എങ്ങനെയാ, എന്തുകൊണ്ടാ രുക്മിണി ഇങ്ങോട്ട് വന്ന് പാണിഗ്രഹണം ചെയ്തത്? ഒറ്റ കാരണയുള്ളൂ, ശ്രുത്വാ, കേട്ടു. കുട്ടിക്കാലം മുതൽ ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ഹൃദയത്തിൽ വളർന്ന ഭഗവത് പ്രേമം. ഇതുപോലെ നമുക്കും ഈ ഭാഗവത കഥകളിൽ കൂടി, ഈ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിൽ കൂടി ഇളകാത്തതായ ഭക്തി ഭഗവാനിലേക്ക് ഉദിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം. ഈ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒക്കെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സ്വയംവര പ്രകരണത്തിലേക്ക് പ്രവേശിക്കാം. രാജാസിൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ. വിദർഭാധിപതിയായിട്ട് ഭീഷ്മകൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. ഈ ഭീഷ്മക മഹാരാജാവിന് രുക്മിരഥൻ തുടങ്ങിയിട്ട് 5 ആൺമക്കള്, മഹാദുഷ്ടന്മാര്, മഹാഖലന്മാര്. എന്നു മാത്രല്ല, ഇവരുടെയൊക്കെ ഉള്ളില് കൃഷ്ണനോട് എന്തെന്നില്ലാത്ത വിദ്വേഷം. ഇതുവരെ ഇവരൊന്നും കൃഷ്ണനെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കൃഷ്ണനോട് വല്ലാത്ത ദേഷ്യം. എന്താ കാരണം? ഇവരുടെ കൂട്ടുകാരൊക്കെ അത്തരത്തിലുള്ളവരായിരുന്നു. ശിശുപാലൻ, ദന്തവക്രൻ, നരകാസുരൻ, ജരാസന്ധൻ തുടങ്ങിയിട്ടുള്ളതായ ദുഷ്ടന്മാരുമായിട്ടുള്ള സംഘം കൊണ്ടാണ് ഈ രുക്മിണിയുടെ ഏട്ടന്മാർക്ക് കൃഷ്ണനോട് ഇത്ര വിദ്വേഷം ഉണ്ടായത്. ഇവിടെ തന്റെ 5 ആൺമക്കളും മഹാദുഷ്ടന്മാരായിട്ട് വളരുന്നത് കണ്ടപ്പോ സങ്കടം തോന്നിയതായ ഭീഷ്മക മഹാരാജാവ് സദാസമയവും ഭഗവാനെ പ്രാർത്ഥിച്ചു. കുലദേവതയായ ഭഗവതിയെ പ്രാർത്ഥിച്ചു. തത്ഫലമായി രുക്മിണീഷ സ്വസാസതി. ഈ 5 ഏട്ടന്മാരുടെയും അനിയത്തിക്കുട്ടിയായി സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ രുക്മിണി എന്ന പേരില് അവതരിച്ചു. എന്താ രുക്മിണിയുടെ പ്രത്യേകത? സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയ. കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ഭാഗവതന്മാരായ സജ്ജനങ്ങളെ കണ്ടാൽ കൊച്ചുതമ്പുരാട്ടിയായ രുക്മിണിക്കുട്ടി ഓടിച്ചെന്ന് ആ സജ്ജനങ്ങളെ നമസ്കരിച്ച് നാരദാദികളോട് ചോദിക്കും, നാരദ മഹർഷേ, കൃഷ്ണന്റെ ഒരു കഥ പറഞ്ഞു തരൂ, ഒരു കൃഷ്ണകഥ പറഞ്ഞു തരൂ, ഒരു കൃഷ്ണകഥ പറഞ്ഞു തരൂ. ഇങ്ങനെ കുട്ടിക്കാലം മുതല് ആ ശ്രീകൃഷ്ണ കഥകളെ കേട്ട് 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 ഇപ്പോഴിതാ രുക്മിണിയുടെ പ്രായം മാറി. കൃഷ്ണകഥകളിൽ കൂടി ക്രമേണ ക്രമേണ കഥാനായകനായ കൃഷ്ണനിലേക്ക് രുക്മിണിയുടെ മനസ്സ് എന്തെന്നില്ലാതെ ആകർഷിക്കപ്പെട്ടു. ഇപ്പൊ മനസ്സിൽ ഒരു മോഹമേയുള്ളൂ, രാധാദി ഗോപികമാരുടെ കാന്തനായി രാസലീലാദികളെ ചെയ്തതായ ആ ശ്യാമസുന്ദരനായ കണ്ണനെ പതിയായിട്ട് ഭർത്താവായിട്ട് കിട്ടണം. പക്ഷേ രുക്മിണിയുടെ 5 ഏട്ടന്മാരുണ്ടല്ലോ, രുക്മിണിയുടെ 5 ഏട്ടന്മാരുണ്ടല്ലോ, ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. ഈ 5 ഏട്ടന്മാരും രുക്മിണിയെ കൃഷ്ണന് കൊടുക്കുന്നതിന് തടസ്സം നിന്നു. അവരൊക്കെ പല വിധത്തിൽ രുക്മിണിയെ ഭീഷണിപ്പെടുത്തി. കൃഷ്ണനെ മനസ്സിൽ വെച്ചിട്ടുള്ള ഈ ഒരു സ്വഭാവം വേണ്ട എന്നൊക്കെ അവരെ ഭീഷണിപ്പെടുത്തി.
അവസാനം രുക്മിണി കൃഷ്ണനിലേക്ക് വച്ചിരിക്കുന്ന ആ ഭക്തിയുടെ പ്രേമത്തിന്റെ ദൃഢത മനസ്സിലാക്കിയപ്പോ അവര് വിചാരിച്ചു ഇനി ഇതങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ പറ്റില്ല. അതുകൊണ്ട് വളരെ തിടുക്കത്തിൽ രുക്മിണിയെ പോലും അറിയിക്കാതെ ആ 5 ഏട്ടന്മാരും കൂടി രുക്മിണിയുടെ വിവാഹം തീരുമാനിച്ചു. മറ്റാരുമായിട്ടുമല്ല, അവരുടെ ആത്മമിത്രം, രുക്മിണിയുടെ ഏട്ടന്മാരുടെ അടുത്ത സുഹൃത്ത്, ആത്മമിത്രം അല്ലെ. ഇന്നത്തെ ഭാഷയിലൊക്കെ ചങ്ക്, ബ്രോ എന്നൊക്കെ പറയണില്ലേ, ആ സൈസ് സാധനം ഉണ്ടോ? ആര്? ശിശുപാലൻ എന്നാണ് പേര്. ചേതിപതിയായിട്ടുള്ളതായ ദമഘോഷൻ എന്ന രാജാവിന്റെ പുത്രനാണ് ശിശുപാലൻ. ശിശുപാലൻ ആള് വിടുമിടുക്കന. ഏത് കാര്യത്തിലെന്നറിയോ? കൃഷ്ണദ്വേഷത്തില്. കൃഷ്ണനെ ചീത്ത വിളിക്കാനുള്ളതായ വാക്കുകൾ ഡിക്ഷണറി ആയിട്ട് എഴുതി വെച്ച ആളാ ശിശുപാലൻ. ശിശുപാലന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ കളകളകളകളാന്ന് ശബ്ദം ഉണ്ടാക്കില്ലേ? കളഭാഷിണി എന്നാ പറയാ. ചെറിയ പ്രായത്തില് കളകളാന്ന് ചെറിയ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുമല്ലോ. ശിശുപാലൻ ആ സമയത്തെ തുടങ്ങിയതാ. എന്ത്? കള്ള 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 കൃഷ്ണ എന്ന് വിളിക്കാൻ. അങ്ങനെ കൃഷ്ണനോട് ദ്വേഷമുള്ളതായ ശിശുപാലനെ രുക്മിണിക്ക് പതിയായി തീരുമാനിച്ചു ഏട്ടന്മാര്. ഈ വിവാഹ വാർത്ത രുക്മിണി അറിയുന്നത് വിവാഹത്തിന് 2 ദിവസം മുമ്പ്. താൻ ആഗ്രഹിച്ചതായ ആ ശ്രീകൃഷ്ണ പത്നീപദത്തിലേക്ക് തനിക്കെത്താൻ സാധിക്കില്ലേ എന്നുള്ളതായ ഭാവത്തിൽ തളർന്നുപോയി രുക്മിണി. അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്താണ് അവരുടെ കുലദേവതയായ അംബികാക്ഷേത്രത്തിലെ പൂജാരി രുക്മിണിക്കുള്ള ആ സ്വയംവര മന്ത്രാർച്ചനയുടെ പ്രസാദം കൊടുക്കാൻ അങ്ങോട്ട് കയറി വന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കിടക്കുന്ന രുക്മിണിയോട് ചോദിച്ചു, എന്തു പറ്റി രുക്മിണി? മറ്റന്നാള് കല്യാണം വെച്ചിട്ട് നീ എന്തിനാ കരയണത്? ചോദിച്ചപ്പോ ആ ബ്രാഹ്മണനോട്, ആ പൂജാരിയോട് തന്റെ ഉള്ളിലുള്ളതായ കൃഷ്ണപ്രേമത്തെ തുറന്നു പറഞ്ഞു. അങ്ങയെ പോലെയുള്ള സജ്ജനങ്ങളിൽ നിന്നും കുട്ടിക്കാലം മുതൽ ഭഗവാന്റെ കഥകളെ കേട്ട് കേട്ട് ഇന്ന് എന്റെ ഹൃദയം, എന്റെ മനസ്സ് ആ ദ്വാരകാധീശനിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് കൃഷ്ണനെ കിട്ടണം എന്നൊരു മോഹമുണ്ട്. ഇത് കേട്ടപ്പോ ആ ബ്രാഹ്മണനുണ്ടായ ഒരു സന്തോഷം. മനുഷ്യജന്മങ്ങൾ അനേകുണ്ടെങ്കിലും അതിൽ ഭഗവാനെ കിട്ടണം എന്നുള്ള മോഹം, ഭഗവാനോടൊരു താല്പര്യം തോന്നുക, അതെങ്ങനെ എല്ലാവർക്കും തോന്നുന്ന കാര്യമല്ലല്ലോ. നല്ലതല്ലേ? ഭഗവാനെ എനിക്ക് കിട്ടണം എന്ന് തോന്നണത് നല്ലതല്ലേ? അല്ല, ഇവിടെ ഇരുന്നിട്ട് കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭഗവാൻ കൂടി വിചാരിക്കണ്ടേ? അതിന് ഈ ഒരു വിവരം കൃഷ്ണനെ അറിയിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഈ പ്രേമത്തിന്റെ കാര്യമൊന്നും ഞാൻ പോയി പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പഴയ ആളല്ലേ. അതുകൊണ്ട് രുക്മിണിക്ക് എന്താണോ കൃഷ്ണനോട് പറയാനുള്ളത്, അറിയിക്കാനുള്ളത്, അതിനെ ഒരു സന്ദേശമാക്കി എഴുതി തരൂ, ഞാൻ കൊണ്ടു കൊടുക്കാം. അങ്ങനെ രുക്മിണി തന്റെ പ്രേമഭാവത്തെ 7 ശ്ലോകങ്ങളിലാക്കി പകർത്തി ആ ബ്രാഹ്മണന്റെ കയ്യിലേക്ക് അവിടെ സമർപ്പിച്ചു. അവിടുന്ന് ആ എഴുത്തുമായി പറന്നു ബ്രാഹ്മണൻ ദ്വാരകയിലേക്ക്. അവിടെ ആസീനം കാഞ്ചനാസനേ, സ്വർണസിംഹാസനത്തില് സുധർമ്മ എന്ന സഭയിൽ ശോഭിക്കുന്ന പരമപുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സൗന്ദര്യം ബ്രാഹ്മണനെ കണ്ടതും സന്തോഷത്തോടു കൂടി ഓടി വന്നു, സ്വീകരിച്ചു, ചോദിച്ചു, എവിടുന്നാ വരുന്നത്, എന്താ വിശേഷിച്ച്, കയ്യിലൊരു കത്ത് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ വിദർഭ എന്ന രാജ്യത്തു നിന്നാണ് വരുന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ട്, അതിന് അങ്ങയെ ക്ഷണിക്കാൻ വന്നതാണ്. ആ വിവാഹത്തിന് അങ്ങ് തീർച്ചയായിട്ടും വരണം. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ചിലപ്പോ സമയം ഉണ്ടാവില്ല, ഏട്ടനെ പറഞ്ഞേക്കാം. ഈ കല്യാണത്തിന് ഏട്ടൻ വന്നാൽ ശരിയാവില്ല, അങ്ങനെ വരണം. അല്ല, ഒരു കാര്യം ചെയ്തോളൂ, എഴുത്ത് ഏട്ടന് കൊണ്ട് കൊടുത്തോളൂ, എന്നാ ഏട്ടൻ വന്നോളൂ. ഇപ്പൊ ബ്രാഹ്മണനും വേവലാതിയായി. ബ്രാഹ്മണൻ പറഞ്ഞു, ഈ എഴുത്ത് ഏട്ടന് കൊടുത്താൽ കുഴപ്പമാവും. എന്തേ? ഇത് ആ വിവാഹം കഴിക്കാൻ പോകുന്ന രുക്മിണി എഴുതിയ കഥ. പ്രേമലേഖന തരൂ. വേഗം കയ്യിലേക്ക് കൊടുത്തു. ഭഗവാൻ ആ പ്രണയലേഖനത്തെ ഒന്ന് തുറന്നു. രുക്മിണി എന്നതായ ആ പെൺകുട്ടി, രുക്മിണി എന്ന ആ ജീവൻ, ആ ഭാഗ്യവതി, ആ ഭക്ത തന്നോട് എത്ര പ്രേമം വച്ചിട്ടുണ്ട് എന്നറിയാൻ ഭഗവാന് കത്ത് മുഴുവൻ വായിക്കേണ്ടി വന്നില്ല. അതിലാദ്യത്തെ ഒരു സംബോധന, ആ ഒരൊറ്റ സംബോധന കൊണ്ട് രുക്മിണിയുടെ പരമപ്രേമത്തെ ഭഗവാൻ തിരിച്ചറിഞ്ഞു.
ബാക്കി ഭഗവാന് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടും ഭഗവാൻ ഒരു സൂത്രം ചെയ്തു. എന്താ അറിയോ? ആ എഴുത്ത് മടക്കി ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബ്രാഹ്മണ, ഈ പ്രേമലേഖനം അങ്ങ് വായിച്ചോളൂ, ഞാൻ കേട്ടോളാം. ഇത് കേട്ടപ്പോ ബ്രാഹ്മണനും വേവലാതിയായി. ഈ പ്രേമലേഖനമൊക്കെ ആരെങ്കിലും വേറൊരാളെ കൊണ്ട് വായിപ്പിക്കും? അല്ല ഭഗവാനെ, ഞാൻ ഇങ്ങനെ ആന്ന് സാരില്ലാന്ന്, നമ്മൾ രണ്ടാളിലും വായിച്ചോ. അപ്പോ എന്തിനാ ഈ ഭഗവാൻ മറ്റൊരാളെ കൊണ്ട് ഈ പ്രേമലേഖനം വായിപ്പിച്ചത് എന്നുള്ളതിനെ നമുക്കൊന്ന് ചിന്തിച്ചാൽ മറ്റൊന്നുമല്ല, ഭഗവാൻ അത് രഹസ്യമായി വായിച്ച് പെട്ടിയിടയിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഞങ്ങളെ പോലെയുള്ള ആചാര്യന്മാര് അതിന് പല 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 വ്യാഖ്യാനങ്ങൾ അടിച്ചിറക്കും. ഇന്നതായിരുന്നു ആ എഴുത്തില്, ഇന്നതായിരുന്നു ആ എഴുത്തില്. അത്തരത്തിൽ രുക്മിണിയുടെ ആ പ്രണയ സന്ദേശത്തിൽ ഒരു കളങ്കം നാളെ ഉണ്ടാവരുത്. അതല്ല. അല്ല, നമ്മളൊക്കെ എത്ര ഭാഗവതം കേൾക്കുന്നുണ്ട്, നമ്മളൊക്കെ എത്ര കാലമായി നാമം ജപിക്കുന്നു, എന്നിട്ട് നമ്മളെ ഇതേപോലെ കൃഷ്ണൻ എന്താ വന്ന് അനുഗ്രഹിക്കാത്തത് എന്ന് സംശയമുണ്ടെങ്കിൽ, രുക്മിണി ഒരു കത്ത് കൊടുക്കുമ്പോഴേക്കും രുക്മിണിയുടെ മുമ്പിലേക്ക് ഭഗവാൻ ഓടി വന്നില്ലേ? ഇങ്ങോട്ട് വന്ന് രുക്മിണിയെ പാണിഗ്രഹണം ചെയ്തു എങ്കിൽ രുക്മിണിയുടെ ആ പ്രേമം എത്ര ശ്രേഷ്ഠമായിരുന്നു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ എഴുത്ത് നമ്മളും ഒന്ന് വായിക്കണം. എന്താ രുക്മിണിയുടെ ആ കത്തിൽ പറയുന്നത്? ശ്രുത്വാ ഗുണാൻ, ഭഗവാനെ, കുട്ടിക്കാലം മുതൽ അങ്ങയുടെ ഗുണഗണങ്ങളെ കേട്ട് കേട്ട് ഹൃദയം നിറഞ്ഞു. അങ്ങയുടെ ഗുണഗണങ്ങളെ കുറിച്ച് ഹൃദയം നിറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ബോധ്യായി. ഭുവനസുന്ദര ശൃണ്വതാന്തേ, ഹേ ഭുവനസുന്ദരനായ കൃഷ്ണ, അങ്ങയുടെ കഥകളെ സദാസമയവും കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേകത, ഹരതോങ്കതാപം, എന്റെ മനസ്സിലുണ്ടല്ലോ സകല ദുഃഖങ്ങളും ഇല്ലാണ്ടാവുന്നു. വേറെ ഒരു കഥ കേൾക്കുമ്പോഴും ഇങ്ങനെ ഒരു സുഖം വേറെ കിട്ടണില്ല അല്ലേ? എത്ര കഥകൾ നമുക്ക് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കഥകളൊക്കെ നമുക്ക് പ്രാരബ്ധത്തിന്റെ ഡോസ് കൂട്ടിത്തരുമ്പോ ഭഗവാന്റെ കഥകള് അതൊക്കെ എത്ര കേട്ടാലും മനസ്സിനൊരു ദുഃഖം വരുന്നില്ല എന്ന് മാത്രമല്ല, താപമില്ലാതാകുന്നു. അതുകൊണ്ട് ഇന്ന് ആ കഥകളിൽ കൂടിയിട്ട് എന്റെ മനസ്സ് ലജ്ജ വിട്ടിത അങ്ങയിലേക്ക് ആവേശിച്ചിരിക്കുന്നു. കുലശീല രൂപ വിദ്യാ വയോ ദ്രവിണധാമങ്ങളാകുന്ന പൊരുത്തങ്ങൾ വേണം സ്വതവേ ദാമ്പത്യ ജീവിതത്തിൽ എന്ന് പറയാറുണ്ട്. ആ പൊരുത്തങ്ങളൊക്കെ നമ്മൾ തമ്മിലുണ്ടോ? അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങയെ സ്വന്തമാക്കാൻ പൊരുത്തം മാത്രം പോരാ, പുണ്യം കൂടി വേണം. എത്രയോ ജന്മങ്ങളിലെ പുണ്യം ചെയ്താലേ അങ്ങയുടെ അടുത്ത് ആ ധർമ്മപത്നി പദത്തിൽ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്നറിയാം. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതല് പൂർത്തേഷ്ടദത്ത നിയമം വ്രതദേവ വിപ്ര ഗുരുവർച്ചനാദികളായിട്ടുള്ളതായ അനേകമനേകം ദാനധർമാദികളെ ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശിശുപാലൻ എന്നുള്ള ആ കള്ളക്കുറുക്കൻ രുക്മിണി എന്ന ഈ മാൻപേടയെ കടിച്ചെടുക്കാൻ ഹേ നരസിംഹമൂർത്തെ അങ്ങ് ഇടയാക്കരുതേ. വിവാഹ ദിവസം വിവാഹത്തിന്റെ തലേ ദിവസം അംബികാക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി പോയി തിരിച്ചു വരുന്ന വഴിയിൽ പാണിഗ്രഹണം ചെയ്ത് അങ്ങനെ സ്വന്തമാക്കണം. മഹാദേവൻ പോലും യാതൊരു ഹരിപാദ തീർത്ഥത്തെ ഭക്തിയോടെ ശിരസിൽ ധരിക്കുന്നുവോ ആ തൃപ്പാദത്തെ, ദ്വാരകാധീശനായ അങ്ങയുടെ പദാരവിന്ദങ്ങളെ സേവിക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ അടിയന് കിട്ടണില്ലെങ്കിൽ ശതജന്മഭിസ്യാൽ 100 ജന്മങ്ങൾ കാത്തിരുന്നിട്ടാണെങ്കിലും ഞാൻ അതിനെ നേടിയെടുക്കും എന്ന രുക്മിണിയുടെ ആ പ്രണയ സന്ദേശം കേട്ടതും ഭഗവാൻ തലകുലുക്കി ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണ, പുറപ്പെടാ, ഇപ്പോഴും തന്നെ പുറപ്പെടാ, ഒട്ടും വൈകേണ്ടതില്ല. രഥം കൊണ്ടുവന്ന് ആ ബ്രാഹ്മണനെ കൂട്ടി ഭഗവാൻ ഇതാ വിദർഭയിലേക്ക് പുറപ്പെടുന്നതായ രംഗം. ബലരാമസ്വാമി കയറി വന്നു. കൃഷ്ണനെ കാണാനില്ല. ആരോ പറഞ്ഞു, ഏതോ ഒരു ബ്രാഹ്മണൻ കത്തും കൊണ്ട് വന്നു. എന്നിട്ടോ കൃഷ്ണനെയും കൊണ്ടുപോയി. കത്തും കൊണ്ടുവരിക, കൃഷ്ണനെയും കൊണ്ടുപോവുക. അപ്പോ കത്ത് ഇവിടെ മുറിയിലുണ്ടാവും. ബലരാമൻ അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ മേശപ്പുറത്തൊരു എഴുത്ത്. ബലരാമസ്വാമി വന്ന് ആ എഴുത്തൊന്ന് നിവർത്തി ആദ്യത്തെ വരി വായിച്ചു. ഭുവനസുന്ദര. പണ്ട് ശ്യാമസുന്ദര എന്ന് വിളിച്ചപ്പോഴാണ് ഇവൻ ഗോപികമാരുടെ വലയിൽ വീണത്. ഇതിപ്പോ ആരായി വല ഇട്ടു നോക്കിയത്? അഡ്രസ് നോക്കി, രുക്മിണി, വിദർഭ. ബലരാമൻ ഉറപ്പിച്ചു ഇവൻ അവിടെ എത്തിയിട്ടുണ്ടാവും.
കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നാരായണ സൈന്യത്തെ കൂട്ടി ഉലക്കയും കലപ്പയുമായിട്ട് ബലരാമൻ അനിയന്റെ സംരക്ഷണത്തിനായിട്ട് വിദർഭയിലേക്ക് എത്തി. ഏട്ടനെ കണ്ടപ്പോ ആദ്യമൊന്ന് വേവലാതിപ്പെട്ടുവെങ്കിലും ഭ്രാതൃസ്നേഹ പരിപ്ലുത, തന്നോടുള്ളതായ ആ സ്നേഹം കൊണ്ടാണ് വന്നത് എന്നറിഞ്ഞപ്പോ സന്തോഷായി. ബ്രാഹ്മണനോട് പറഞ്ഞു, ചെന്ന് രുക്മിണിയെ വിവരറിയിക്കൂ, സന്തോഷായിട്ടിരിക്കാൻ പറയൂ. കേൾക്കേണ്ട താമസം ബ്രാഹ്മണൻ ഓടി രുക്മിണിയുടെ മുൻപിലേക്ക് വന്നു. കൃഷ്ണൻ എന്നുള്ളതായ ആ ബ്രാഹ്മണന്റെ വാക്ക് കേട്ടതും സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയായിരിക്കുന്ന രുക്മിണി ഭഗവാനെ തനിക്ക് കൊണ്ടുതന്നതായ ആ ബ്രാഹ്മണന് പകരം എന്തു കൊടുക്കും? പ്രിയമന്യനാമസ, ഒന്ന് നമസ്കരിച്ചു. വേണ്ടതുപോലെ രുക്മിണിയെ അണിയിച്ചു, അനുഗ്രഹിച്ച് രുക്മിണിയോട് പറഞ്ഞു, എനിക്കരയരുത്, കൃഷ്ണൻ വന്നിട്ടുണ്ട്, ബലരാമൻ വന്നിട്ടുണ്ട്. രുക്മിണി, എന്തൊരു സുന്ദരനറിയോ നിന്റെ കൃഷ്ണൻ, എന്തൊരു തമാശയാ കൃഷ്ണൻ പറയണതെന്നറിയോ, നിന്നെ എന്ത് ഇഷ്ടറിയോ എന്നൊക്കെ പറഞ്ഞ് ആ രുക്മിണിയുടെ ഉള്ളിലുള്ളതായ സകല ദുഃഖങ്ങളെയും തന്റെ വാക്കുകളെ കൊണ്ട് അകറ്റി ആ രുക്മിണിയെ അനുഗ്രഹിച്ച് ദ്വാരകയിലേക്ക് പോകുന്നു ബ്രാഹ്മണൻ. സർവവിധത്തിലും അവിടെ രുക്മിണീ ദേവി അടുത്ത ദിവസം വാദ്യമേളങ്ങളോടുകൂടി താലപ്പൊലികളോടുകൂടിയിട്ട് അംബികാക്ഷേത്രത്തിലേക്ക് ഭഗവതിയെ തൊഴാൻ, കുലദേവതയെ തൊഴാനായിട്ട് ഘോഷയാത്രയായി പുറപ്പെട്ടു. ആ പാർവതീ ദേവിയുടെ ശ്രീലകത്തിന് മുൻപില്, ഭഗവതിയുടെ ശ്രീലകത്തിന് മുൻപില് പ്രാർത്ഥനയോടുകൂടിയിട്ട് രുക്മിണീ ദേവി നമസ്കരിച്ചു. എപ്രകാരമാണോ കൈലാസനാഥനായ ശ്രീപരമേശ്വരനോടൊപ്പം ഉണ്ണിഗണപതിയോടും സുബ്രഹ്മണ്യസ്വാമിയോടുമൊപ്പം അമ്മ ധന്യമായ ദാമ്പത്യത്തെ ലോകത്തിൽ അനുഷ്ഠിക്കണതേ ഭാവത്തിൽ ദ്വാരകാധീശനായ കൃഷ്ണനോടൊപ്പം ധന്യസുദുർലഭ ദാമ്പത്യത്തെ മണ്ണിൽ അനുഷ്ഠിക്കാൻ സാധിക്കണേ എന്ന് ആ ഭഗവതിയുടെ മുൻപിൽ പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി അംബികാക്ഷേത്രത്തിന്റെ പടവുകൾ ഇറങ്ങി വരുന്നതായ രുക്മിണിയുടെ ആ സൗന്ദര്യം അതൊന്ന് ആസ്വദിക്കാൻ എത്രയോ രാജകുമാരന്മാര് തലേ ദിവസം തന്നെ കൊട്ടാരത്തിന്റെ മുകളിലും മതിലിന്റെ മുകളിലൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ട് അത്രേ. രുക്മിണിയെ കുറിച്ച്, രുക്മിണിയുടെ സൗന്ദര്യത്തെ കുറിച്ച് കേട്ടിട്ടേ അവര് ഉള്ളൂ. ഇതുവരെ രുക്മിണി അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോ രുക്മിണി ഒന്ന് കാണാലോ, കല്യാണം കഴിക്കാൻ നമുക്കൊന്നും ഭാഗ്യമില്ല, അതാ ശിശുപാലന, എന്നാലും കണ്ടിട്ടൊന്ന് സമാധാനിക്കാലോ എന്ന് വിചാരിച്ച് രുക്മിണിയെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന ആ രാജകുമാരന്മാരെ മുഴുവൻ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് രുക്മിണിയുടെ വരവ്. എന്റെ കാരണം രുക്മിണി തല താഴ്ത്തി പിടിച്ചിട്ടാ നടക്കുന്നത്. തല താഴ്ത്തി പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ രുക്മിണിക്ക് കഴുത്തിന് വല്ല കുഴപ്പമുണ്ടോ? കഴുത്തിന് കുഴപ്പമുണ്ടായിട്ടൊന്നല്ല. പിന്നെ എന്തിനാ തല താഴ്ത്തിയതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് പെൺകുട്ടികൾക്ക് ലജ്ജ അഥവാ നാണം, പണ്ടത്തെ കഥയല്ലേ, ഇങ്ങനെയൊക്കെ ഓരോ വേണ്ടാത്ത തോന്നലുണ്ടാവും. ഇപ്പൊ പഴയ കാലത്ത് ലജ്ജ നാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തല താഴ്ത്തിപ്പിടിച്ചിട്ടാണ് രുക്മിണി നടന്നത്. സകലരും രുക്മിണിയെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. ഒന്ന് മുഖമുയർത്തിയാൽ ആ രുക്മിണിയുടെ സൗന്ദര്യം ഒന്ന് കാണായിരുന്നു എന്ന ഭാവത്തില് സകലരും രുക്മിണിയെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങിയപ്പോ രുക്മിണിക്കും വേവലാതിയായി. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് താൻ പ്രേമിക്കുന്ന കൃഷ്ണനെ ഒന്ന് നേരിട്ട് കാണാൻ എന്താ ഒരു മാർഗം? മുഖമുയർത്തി നോക്കുകയാണ് വേണ്ടത്. പക്ഷെ കുല കന്യകയായിരിക്കുന്ന താൻ അത് ചെയ്തു കഴിഞ്ഞാൽ വിരോധമാകും എന്നുള്ളത് കൊണ്ട് തന്നെ രുക്മിണി ഒരു സൂത്രം പ്രയോഗിച്ചു. രുക്മിണിയുടെ നെറ്റിത്തടത്തില് വീട് കിടക്കുന്നതായ ആ ചുരുണ്ടതായ അളകങ്ങള്, ആ അളകങ്ങളെ അതിസുന്ദരമായ തന്റെ ഇടത്തെ കൈ വിരലുകളെ കൊണ്ട് മാടി ഒതുക്കുമ്പോ അല്പം ആ വിരലുകളൊന്ന് അകത്തി അതിനകത്തു കൂടിയിട്ട് ഭഗവാനെ അച്യുതനെ അവിടെ കണ്ടു. ദ്വാരകയുടെ കൊടിപാറുന്നതായ സ്വർണരഥത്തിനരികില് തന്റെ ഘോഷയാത്ര കണ്ട് സന്തോഷിച്ചു നിൽക്കുന്ന കൃഷ്ണനെ കണ്ടതും രുക്മിണി തലതാഴ്ത്തി. ഭഗവാന്റെ അടുത്തേക്ക് രുക്മിണി എത്തിയതും ഓടി വന്ന ഭഗവാൻ ആ രുക്മിണിയെ പാണിഗ്രഹണം ചെയ്ത് തന്റെ ആ രഥത്തിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും രാജകുമാരന്മാരൊക്കെ ചാടി എഴുന്നേറ്റു. കൃഷ്ണൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായ വാർത്ത പരന്നു. സകലരും ജരാസന്ധാദികളൊക്കെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. എല്ലാവരും യുദ്ധത്തിൽ വരുമ്പോഴാണ് ബലരാമൻ നാരായണ സൈന്യത്തെ കൂട്ടി തിരിച്ച് യുദ്ധം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഭഗവാൻ രുക്മിണിയെയും കൂട്ടിയതാ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും രുക്മിണിയുടെ ഏട്ടൻ വന്ന് ഭഗവാനെ വധിക്കാൻ പുറപ്പെട്ടപ്പോ തിരിച്ച് ആ രുക്മിയെ വധിക്കാൻ വാൾ ഊരിയെടുത്തു ഭഗവാൻ. പക്ഷേ കാലുപിടിച്ച് കരഞ്ഞു രുക്മിണി, എന്റെ ഏട്ടനാണ്, അളിയന, പിന്നെ കൊല്ലണില്ല,
ഏതായാലും പുറത്തേക്ക് വാളെടുത്തതല്ലേ, എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ. ആ രുക്മിണിയുടെ ശിരസിലുള്ളതായ തലയിലുള്ളതായ തലമുടി അവിടെ ഇവിടെയൊക്കെ മുറിച്ചു കളഞ്ഞ് അപമാനിച്ചു വിട്ടു. ഒരുവിധം എല്ലാവരുടെയും കഥ കഴിഞ്ഞു എന്ന് കണ്ടപ്പോ ബലരാമസ്വാമി വിളിച്ചു പറഞ്ഞു, നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ദ്വാരകയിൽ വെച്ച് എന്റെ സഹോദരൻ രുക്മിണിയെ വേദവിധി പ്രകാരം വിവാഹം ചെയ്യും. എല്ലാവരും ദ്വാരകയിലേക്ക് വരണം. അവിടെ സദ്യയും സമ്മാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ട താമസം സകലരും ദ്വാരകയിലേക്ക് ഒഴുകുന്നു. അടുത്ത ദിവസം ദ്വാരകയുടെ മധ്യത്തിലായി ഉയർന്ന രുക്മിണി കല്യാണ മണ്ഡപത്തിൽ വെച്ച് അതിഗംഭീരമായി ആഘോഷമായി വേദവിധി പ്രകാരം സകലതരത്തിലുള്ള പൂജാവിധാനങ്ങളെയും ചെയ്ത് വേദമന്ത്രമുഖരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഉദ്ധവൻ, അക്രൂരൻ തുടങ്ങിയിട്ടുള്ളതായ സജ്ജനങ്ങളോടൊപ്പം, ദേവകീ വസുദേവന്മാരോടൊപ്പം, ബലരാമ രേവതിമാരോടൊപ്പം ഭഗവാൻ ആ കതിർ മണ്ഡപത്തിലേക്ക് കയറി വരുന്നതും മഹാലക്ഷ്മിയായ രുക്മിണിയുടെ കഴുത്തിലേക്ക് ആ കണ്ഠസൂത്രം ചാർത്തി ഭഗവാൻ തന്റെ ഗൃഹസ്ഥാശ്രമ ലീലകൾക്ക് തുടക്കമിട്ടു. അങ്ങനെ കൃഷ്ണൻ ശ്രീവല്ലഭനായി, ശ്രീകൃഷ്ണനായി, ശ്രീനിവാസനായി, ശ്രീധരനായി, ശ്രീകരനായി തീർന്ന ആ രുക്മിണി കല്യാണം ആര് ശ്രവിക്കുന്നുവോ, ആര് ആ ഒരു രംഗത്തിൽ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്കും ഭഗവാൻ മംഗളത്തെ, കല്യാണത്തെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രുക്മിണി സ്വയംവര പ്രകരണം ഭാഗവതത്തില് സമർപ്പിച്ചിരിക്കുന്നത്. തുടർന്നുള്ളതായ കല്യാണ കഥകളും ഭഗവാന്റെ ദ്വാരകാലീലകളുമൊക്കെയാണ്